ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. ഞാൻ 2020 മുതൽ PSC പ്രിപ്പറേഷനിലാണ്. എൻ്റെ ഇളയ മോനിപ്പോൾ 6 മാസമായിട്ടേ ഉള്ളൂ. ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് ബ്രേക്കപ്പ് ആയി. അപ്പോൾ ഇനി എല്ലാം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്ന സ്ഥലമെല്ലാം ആകെ കോലമായിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം. ഇതെല്ലാം ഞാൻ പണ്ട് പഠിച്ച പുസ്തകങ്ങളാണ്. ഈ മേശപ്പുറം മൊത്തം കുളമായാണ് കിടക്കുന്നത്. ഇതെല്ലാം ഇനി ഒന്നേന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് പഠിച്ചു തുടങ്ങാനായിട്ട്. അതുമല്ല, മോനെ തൊട്ടിലിൽ കിടത്തിയിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് ഞാൻ ഫ്രണ്ട് ഹാളിലിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് മോനെ ഉറക്കി കിടത്തിയിട്ട് ഇവിടെ വന്നിരുന്ന് പഠിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇനി ഇതെല്ലാം ഞാൻ വിചാരിച്ചു ഒരു റൂം അറേഞ്ച് ചെയ്യാമെന്ന്. സ്റ്റഡി റൂം അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഇരുന്നൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കണം. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ പഠനം ഒരു വലിയ ഒരു പ്രധാന ഘടകമാണ്. പഠനം ബ്രേക്കപ്പ് ആവാത്ത രീതിയിലൊരു മുറി നമ്മൾ ഒരുക്കണം. ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്കൊരു മുറി വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എവിടെയാണോ സേഫായിട്ട് നമുക്കിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മളത് തിരഞ്ഞെടുക്കുക. അതുപോലെ പുസ്തകങ്ങളെല്ലാം നമ്മൾ എല്ലാ ദിവസവും അറേഞ്ച് ചെയ്ത് വെക്കുക. പഠിക്കുന്നതിന് മുന്നേ ഞാൻ ബൈബിൾ വായിക്കും. ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പഠനം എന്ന് രാവിലെ ആരംഭിക്കുന്നത്. ഇതെല്ലാം ഞാൻ PSC പഠിച്ച പുസ്തകങ്ങളാണ്. PSCക്ക് വേണ്ടിയിട്ട് ഒരുപാട് റാങ്ക് ഫയലൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്തത് എനിക്ക് ഒരു റാങ്ക് ഫയൽ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അത് ടാലൻറ്റ് അക്കാഡമിയുടെ റാങ്ക് ഫയലാണ്. ഞാൻ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് റൂം അറേഞ്ച് ചെയ്തിട്ടിരുന്നത് ഇങ്ങനെയാണ്. ഡെലിവറി കഴിഞ്ഞിട്ട് ഇനി അതൊന്ന് മാറ്റി ഒന്ന് റെഡിയാക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് മോന് ഫുഡ് കൊടുക്കുന്നതും കഴിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ ഈ റൂമിൽ. ഫീഡ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഇവിടെ ഇരുന്നാണ് പഠിക്കുന്നത്. ബോർഡിൽ ഓരോ ടോപ്പിക്ക് എഴുതിയിട്ടിട്ട് ബോർഡ് നോക്കി പഠിക്കും. പിന്നെ TV വെച്ചിട്ടുണ്ട്. TV നോക്കി ക്ലാസ്സുകൾ കാണും. TV ക്ലാസ്സുകൾ കാണും. പിന്നെ ഈ ബോർഡിൽ ഞാൻ വേദികൾ എഴുതിയിട്ടിട്ടുണ്ട്. 2024-25 G20, G7, ബ്രിക്സ്, യൂറോ കപ്പ്, അതിൻ്റെ എല്ലാം വേദികൾ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് പഠിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് മായ്ച്ചിട്ട് അടുത്ത ടോപ്പിക്ക് പഠിക്കും. ഓരോ സമയം നമുക്ക് വിലപ്പെട്ടതാണ്. 5 മിനിറ്റ് പോലും നമുക്ക് കളയാനായിട്ടില്ല. ഫുഡ് കൊടുക്കുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രം പഠിക്കേണ്ട, ബാക്കി എല്ലാ ടൈമും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കാം. ഇവിടെ ഇരുന്നാൽ ഞാൻ ഫീഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പഠിക്കുന്നത്. മോന് ഉണർന്നിട്ടുണ്ട്. ഒരുപാട് ടെസ്റ്റെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒന്നും റാങ്കിലോട്ട് എത്തിയിട്ടില്ല. ഒരു 5 മാർക്ക് 4 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ എല്ലാം ഔട്ടായി പോകുന്നുണ്ട്. പക്ഷേ ഇത് കളഞ്ഞിട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് എക്സാം എഴുതണം എന്നുള്ള തോന്നലേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ മാർക്കെല്ലാം അങ്ങനെയാണ്. പഠിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 30 മാർക്കോ 20 മാർക്കോ ഒക്കെ കിട്ടിയെന്ന് വരുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ അത് ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉറപ്പായും നമ്മുടെ എക്സാമിനെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എല്ലാ മേഖലയും കവർ ചെയ്ത് സിലബസ് നല്ലതുപോലെ പഠിച്ചതിന് ശേഷം നിങ്ങളൊരു പുതിയ തുടക്കക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആദ്യം മാർക്ക് കുറവായിരിക്കും. പക്ഷേ എങ്കിലും നമ്മളത് ഡെയിലി വർക്ക് ചെയ്യണം. ഡെയിലി വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്കോർ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. എൻ്റെ ഒരു അനുഭവമാണെങ്കിൽ പോലും പലതവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മതിയാക്കിയാലോ എന്ന് വരെ. പക്ഷേ നമുക്ക് എക്സാം എഴുതുമ്പോൾ മാർക്ക് ഇപ്പം നമ്മുടെ പ്രൊഫൈലിൽ വരുന്നുണ്ട്. അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആദ്യം എഴുതിയ മാർക്കല്ല നമ്മുടെ പിന്നീടുള്ള എക്സാമിന് വരുന്ന മാർക്ക്. ഓരോ എക്സാം തോൽക്കുമ്പോഴും മാർക്ക് കൂടുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ നെഗറ്റീവ് ഒന്നും കേൾക്കാതെ മുന്നോട്ട് പഠിച്ച് തന്നെ മുന്നേറാൻ നോക്കിയാൽ മതി. ഇതൊക്കെ എൻ്റെ ആദ്യ സമയങ്ങളിൽ ഞാൻ എഴുതിയ നോട്ടുകളാണ്. എൻ്റെ എല്ലാ സിലബസ് അനുസരിച്ചുള്ള എല്ലാ നോട്ടും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും പോയി പഠിച്ചിട്ടില്ല. ഞാൻ കൂടുതലും സ്വയം സെൽഫ് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലായി ഞാൻ യൂട്യൂബ് ചാനൽ നോക്കിയാണ് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സിന് ഞാൻ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ ശ്രമം അവിടെ മതിയാക്കിയിട്ട് ഞാൻ സ്വയം വീട്ടിലിരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിലല്ല കാര്യം. നമ്മൾ ആ നോട്ട് എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റും എന്നതിലാണ് കാര്യം. നമ്മൾ അത് പഠിച്ചിട്ട് നമ്മൾ ഈ തൊഴിൽ വീതിയിലുള്ള എക്സാം എല്ലാം ചെയ്ത് നോക്കണം. കൂടുതലും ഞാൻ തന്നെ എന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാറാണ് പതിവ്. പിന്നെ എൻ്റെ നോട്ട്സ് എല്ലാം എനിക്ക് ഇത്രത്തോളം മതി. ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇതെനിക്ക് പഠിക്കാവുന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് റിവിഷൻ ചെയ്യാനായിട്ട്. ആ റിവിഷൻ ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ കൂടുന്നവർക്ക് കൂടെ ഇരുന്ന് പഠിക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം, കമൻറ്റിലൂടെ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഓരോ വീഡിയോകളും എൻ്റെ PSC ജേണിയായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ റൂമെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.